ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പൊ ഇവിടെ അടിയിൽ ചെരുപ്പ് കിടക്കണം കേട്ടോ. അത് എടുക്കാൻ പറഞ്ഞതിനാണ് ഈ കരയണത്. വേണ്ട, എടുക്കും, കുഞ്ഞനെ എടുക്കും. കുഞ്ഞ സൂപ്പറാണ്, കുഞ്ഞ സൂപ്പറാണ്. ശരി, എടുക്ക് പോലെ എടുത്തുന്നത് ചെരുപ്പെടുത്തുണ്ടോ എടുത്തുണ്ടോ ഞങ്ങൾ കുഞ്ഞതെ ചെരുപ്പ് എടുക്കാൻ പോണേണ്. വേണ്ട, അതേ എടുത്തട്ടെ ചെരുപ്പ്. ഹലോ ഗായ്സ്, എവിടെ പൊക്കി കാണിച്ച ചെരുപ്പ് കാണിച്ച്? ഇവിടെ ഇവിടെ ഒരു വേണ്ടടി. അച്ഛ ചെരുപ്പ് ഞാൻ തന്നെ ഒറ്റ കൈ കൊണ്ട് ചെരുപ്പ് ഇടണം. ഇട്ടോട്ടെ, അമ്മിട്ടോട്ടെ, അമ്മിട്ടോട്ടെ. ചെരുപ്പ് നിന്റെ കൂടെ കാണണം. ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലോട്ട് പോക്കോട്ടെ, എന്റെ അനിയന്റെ അടുത്ത് കണ്ണെടുത്ത് പോക്കോട്ടെ. ഞാൻ എന്നിവിടെ ആർക്കും വേണ്ടല്ല, എന്നെ ആർക്കും വേണ്ട. ഇവിടെ എന്റെ മോനല്ലല്ലോ. ചെരുപ്പിട്ടാ ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? എന്റെ മോനല്ലല്ലോ. ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? എന്റെ മോനാണോ? അമ്മയുടെ മോനാണോ? അമ്മ ഞാൻ പോക്കോട്ടെ. അമ്മയുടെ മോനാണ് അച്ഛൻ? അമ്മയുടെ മോനല്ല, പോവാൻ പാടില്ല. അമ്മ പോവാൻ പാടില്ല. അമ്മനെ വേണം, അമ്മനെ വേണം. എന്നെ വേണ്ട. അപ്പൊ കുഞ്ഞിനെ അങ്ങോട്ട് ഞങ്ങതേ പോന്നു. ഡോക്ടറെ കാണിക്കണം, ചുമയുണ്ട് കുറച്ച് ദിവസമായിട്ട്. ഹോമിയോയിൽ കാണിക്കാന്ന് ചോദിച്ചാണ്. എപ്പോഴും പ്രൈവറ്റ് കാണിച്ച് ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഹലോ, ഞാൻ എവിടെ പോകാനാണ്? നമ്മിപ്പോഴാണ് പോകാനാണ്. നമ്മിപ്പോഴാണ് പോകാനാണ്. ആ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ കുറെ പേര് നമ്മളിൽ കമന്റ് ഇടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വേണ്ടാത്ത കമന്റുകളും തെറിയെല്ലാം ഇടണം കേട്ടോ. വീഡിയോ ഇടാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു തുടങ്ങാണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും. കാരണം ഇതുപോലെ കമന്റുകൾ വരുമ്പോഴാണ് നമുക്ക് ടെൻഡൻസി കൂടുന്നത്. ശരിയാട്ടാ, സത്യം പറഞ്ഞാൽ ഇനിയും വേണം. ഒരുപാട് നന്ദി. നമ്മുടെ കമന്റും കൂടും, വ്യൂവേഴ്സും കൂടും. താങ്ക് യു. വേറെ ഒന്നുമല്ല, ഞങ്ങൾ തിരിച്ച് കമന്റ് ചെയ്യുള്ളൂട്ടാ. നിങ്ങൾ ഇട്ടോ, ധൈര്യം ഇട്ടോ. ഞങ്ങൾക്ക് സന്തോഷം. എന്ത് തെറിയ എന്ത് വേണമെങ്കിൽ കിട്ടുള്ളൂ. അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. നിങ്ങളെ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായല്ല, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഞങ്ങൾക്കൊരു താല്പര്യം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണ ശേഷിയും എല്ലാം പോരട്ടെ. ഞാൻ നല്ല രസമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ തെറിയും ഞങ്ങളെ പ്രലോഭിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയൂലേ എന്നാണ് അല്ലേ? അപ്പൊ കമന്റ് ഇടുമ്പോ അപ്പൊ ഞാൻ നിങ്ങൾ അപ്പൊ ഇനി ഒന്നും പറയുന്നില്ല. അപ്പൊ ഇനി കമന്റുകൾ വാരി വാരി ഇടാം. കുഞ്ഞ് നന്നാവല്ലേ ചീത്ത ചെയ്യണത്? മൂളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. അപ്പൊ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ കൊടുക്കും. എല്ലാരോടും ഒന്നുള്ളെന്ന് പറഞ്ഞു നമുക്ക് പുഞ്ഞാലിപ്പിക്കാൻ നിൽക്കുന്നത് ഇതുപോലെ ആവും. കാരണം ഒരു സാധനം നമ്മള് ഒന്നല്ല ഉള്ളതെന്ന് പറഞ്ഞ് ചെരുപ്പിടാൻ പഠിപ്പിക്കൂല. എല്ലാം നമ്മൾ അടക്കി പിടിച്ച് വെക്കും. ചോറ് ഇപ്പോഴും ചോറ് വാരി കൊടുക്കണം. ഒറ്റയ്ക്ക് വരുത്തിനുള്ളൂ. ഞാൻ ഇയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് വരുത്തിനോട്ടാ. എന്റെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് വരുത്തിനും ഡീസന്റ്. എനിക്ക് പേടിയാണ് ഇതിന് ഒറ്റയ്ക്ക് സ്കൂളിലൂടെ എന്ത് ചെയ്യും. 3-ാം തീയതി ക്ലാസ് ഓർക്കാണ്. അതിന്റെ ഒക്കെ ടെൻഷനാണ് ഒരാൾക്ക്. ഇവിടെ ആലോചിക്കുന്നത് 4 വയസ്സായിട്ട് തിട്ടാൻ മതിയാന്ന് പ്രായമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് അതും അതൊന്നും വിചാരിക്കാനുള്ള. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞൊക്കെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും കമന്റുകൾ വാരി വിതരണം കേട്ടോ. ഇതില് നല്ല ഉളത്തരങ്ങൾ ഇട്ട് വെറുപ്പിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എന്നാലേ നമുക്കൊരു നാളെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.